വന്യമൃഗ ആക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബത്തിനുള്ള ധനസഹായം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം. സ്വതന്ത്ര കർഷക സംഘടനയായ കിഫയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ധനസഹായം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത്. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗ ആക്രമണങ്ങളിൽ മരിച്ചവരുടെ കുടുംബത്തിന് നിലവിൽ 10 ലക്ഷം രൂപയാണ് ആശ്വാസ ധനസഹായം. ഇത് വർദ്ധിപ്പിക്കണമെന്നാണ് കിഫ ആവശ്യപ്പെടുന്നത്. വന്യമൃഗ ആക്രമണങ്ങളിൽ പരിക്കേൽക്കുന്നവർക്കുള്ള സഹായവും വർദ്ധിപ്പിക്കണമെന്ന് സംഘടന ആവശ്യപ്പെടുന്നു. ഈ 10 ലക്ഷം രൂപ എന്നുള്ള എന്തെങ്കിലും ആരെങ്കിലും കൊടുക്കുന്ന ഒരു ഔദാര്യത്തിനപ്പുറത്ത് ഈ കുടുംബത്തിൻ്റെ അത്താണിയായ അല്ല നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ പിന്തുടർച്ച അവകാശികൾക്ക് അർഹമായ നഷ്ടപരിഹാരം നിയമം ഇന്ന് അനുശാസിക്കുന്ന നഷ്ടപരിഹാരം 24 ലക്ഷം രൂപയും വാങ്ങിച്ചു കൊടുക്കാൻ ഇവിടുത്തെ അധികാരികൾ, അതുപോലെ താഴെത്തട്ടിലുള്ള ജനപ്രതിനിധികൾ തൊട്ടിട്ട് MLA ഉൾപ്പെടെയുള്ള ആൾക്കാർ മുൻകൈ എടുക്കണം. കാട്ടാന ഇറങ്ങിയാൽ മുന്നറിയിപ്പ് നൽകുന്ന വനംവകുപ്പിന്റെ ജാഗ്രതാ വാട്സപ്പുകൾ സജീവമല്ലെന്നും ആരോപണമുണ്ട്. ആന എവിടെയോ സാന്നിധ്യം ഉണ്ടെന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അറിയിക്കാൻ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ നിലവിൽ സംഭവിച്ച കാര്യത്തിൽ RRT അതിനകത്ത് പ്രതികരിക്കുന്നേ ഇല്ല. ഞാൻ ചുമ്മാ പറയണല്ല, ഞാൻ തെളിവ് സഹിതം നിങ്ങളുടെ കാണിക്കാം. അപ്പോൾ 1.5 മാസം മുമ്പ് പുളിയമ്പുള്ളി മേഖലയിൽ രൂക്ഷമായ ആനശല്യം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു പയ്യൻ ഇതുപോലെ റേഞ്ച് ഓഫീസർ വിളിച്ച് പരാതി പറയുകയും തുടർന്ന് മുണ്ടൂർ സെക്ഷൻ ഫോറസ്റ്റുകാരെ അവിടെ ഏൽപ്പിക്കുകയും ചെയ്തു. അവർ കൃത്യമായിട്ട് ആ പ്രദേശത്ത് പട്രോളിംഗ് നടത്തുന്നുണ്ട്. പക്ഷേ ആന എവിടെയുണ്ടെന്ന് കൃത്യമായി അറിയുന്നത് RRTക്കാർക്കാണ്. അവരാണ് റിസർവിലും വെസ്റ്റേഡിലും ഒക്കെ സ്ഥിരമായി യാത്ര ചെയ്യുന്നതും എവിടെയുണ്ടെന്ന് കൃത്യമായി അറിയുന്ന ആൾക്കാർക്ക് ഒരു മനുഷ്യത്വപരമായിട്ട് ആ ജനങ്ങളെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം അവർ കാണിക്കുന്നില്ല എന്നുള്ളത്. വന്യമൃഗശല്യം തടയാൻ ശാശ്വത പരിഹാരം വേണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. ന്യൂസ് മലയാളം, പാലക്കാട്.